ലോക ഭൂപടം ഒന്ന് നോക്കുക. അവിടെ ഇന്ത്യ എന്ന രാജ്യം ഇന്ന് വെറുമൊരു സാമ്പത്തിക ശക്തി മാത്രമല്ല, മറിച്ച് ആഗോള സൈനിക കരുത്തായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു ആയുധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സൈനിക നീക്കത്തെക്കുറിച്ചോ മാത്രമല്ല, മറിച്ച് ശത്രുരാജ്യങ്ങളുടെ ഉറക്കം കെടുത്താൻ പോകുന്ന പാതിരാത്രിയിൽ ആകാശത്ത് നിന്നും ഇരച്ചു കയറുന്ന ഒരു വമ്പൻ നീക്കത്തെക്കുറിച്ചാണ്. അതിന്റെ പേരാണ് ഗോൾഡൻ ഹൊറൈസൺ. ചിന്തിച്ചു നോക്കൂ, അതിർത്തി കടക്കാതെ, ശത്രുവിന്റെ റഡാറുകളിൽ തെളിയാതെ, ഹിമാലയത്തിന് മുകളിലൂടെയോ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെയോ പറന്നുകൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു ഭൂഗർഭ ബങ്കറിനെ കൃത്യമായി തകർക്കാൻ ഇന്ത്യക്ക് കഴിയുമെങ്കിൽ അത് വെറും ഒരു സ്വപ്നമല്ല. 2026 ഫെബ്രുവരി 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ മണ്ണിൽ കാലുകുത്തുമ്പോൾ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടുകളിലൊന്നായിരിക്കും. എന്താണ് ഇസ്രയേൽ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ ഗോൾഡൻ ഹൊറൈസൺ? എന്തുകൊണ്ടാണ് അമേരിക്ക പോലും ഇതിനെ ഭയപ്പെടുന്നത്? ചൈനയുടെയും പാകിസ്ഥാന്റെയും സൈനിക ആസ്ഥാനങ്ങളിൽ ഈ വാർത്ത സൃഷ്ടിച്ച ഭൂകമ്പം എന്താണ്? വരും മിനിറ്റുകളിൽ ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങാൻ പോവുകയാണ്. ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇതൊരു രാജ്യത്തിന്റെ സുരക്ഷാ വിപ്ലവമാണ്. നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ 2017 നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശിച്ചപ്പോൾ അതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. അന്ന് നെതന്യാഹുവും മോദിയും കടൽ തീരത്ത് ഒരുമിച്ച് നടന്നപ്പോൾ ലോകം കരുതിയത് അതൊരു സാധാരണ നയതന്ത്രം മാത്രം ആണെന്നാണ്. എന്നാൽ ഇന്ന് ആ ബന്ധം ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സൈനിക സഖ്യമായി മാറിയിരിക്കുന്നു. ഇസ്രായേൽ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ കൈവശമുള്ള രാജ്യമാണ്. അവരുടെ ഓരോ ആയുധവും യുദ്ധക്കളത്തിൽ പരീക്ഷിക്കപ്പെട്ടതാണ്. ഇപ്പോൾ മോദി രണ്ടാമതും ഇസ്രയേലിൽ എത്തുമ്പോൾ വെറും കയ്യോടിയല്ല മടങ്ങുന്നത്. ഇസ്രയേൽ അവരുടെ ഏറ്റവും വലിയ പ്രതിരോധ സമ്മാനം ഇന്ത്യക്ക് നൽകാൻ പോവുകയാണ്. അത് ഗോൾഡൻ ഹൊറൈസൺ ആണ്. നെസറ്റ് എന്ന ഇസ്രയേൽ പാർലമെന്റിൽ മോദി പ്രസംഗിക്കുമ്പോൾ അത് കേവലം വാക്കുകളല്ല, മറിച്ച് ഏഷ്യയിലെ പുതിയ ശക്തി കേന്ദ്രത്തിന്റെ പ്രഖ്യാപനമായിരിക്കും. ഈ ഒരു സന്ദർശനം ഇന്ത്യയെ ഒരു ഉപഭോക്താവിൽ നിന്നും ഇസ്രയേലിന്റെ തുല്യ പങ്കാളിയാക്കി മാറ്റുകയാണ്. എന്താണ് ഈ ഗോൾഡൻ ഹൊറൈസൺ? 2024 ഒക്ടോബറിൽ ഇസ്രയേൽ ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചത് ഓർമ്മയില്ലേ? ഇറാന്റെ പക്കൽ റഷ്യൻ നിർമ്മിത S-300 പോലെയുള്ള ലോകത്തിലെ മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ എന്നിട്ടും ഒരൊറ്റ ഇസ്രയേൽ വിമാനം പോലും ഇറാന്റെ ആകാശത്ത് കടക്കാതെ തന്നെ ടെഹ്റാനിലെ ലക്ഷ്യങ്ങൾ തകർന്നു വീണു. അവിടെയാണ് ലോകം ആദ്യമായി ഗോൾഡൻ ഹൊറൈസൺ എന്ന പേര് കേട്ടത്. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഇതൊരു എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ആണ്. ALBM. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ ഭൂമിയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. അവ വിക്ഷേപിക്കുമ്പോൾ തന്നെ ഉപഗ്രഹങ്ങൾക്കും റഡാറുകൾക്കും കണ്ടെത്താൻ എളുപ്പമാണ്. എന്നാൽ ഗോൾഡൻ ഹൊറൈസൺ അങ്ങനെയല്ല. ഇതൊരു യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കുന്നു. വിമാനം ആകാശത്ത് എവിടെയാണെന്ന് ശത്രുവിന് അറിയുകയുമില്ല. വിമാനം പെട്ടെന്ന് ഈ മിസൈൽ തൊടുത്തുവിടുന്നു. ഇതിന്റെ സാങ്കേതിക മികവ് നോക്കുകയാണെങ്കിൽ ദൂരപരിധി അഥവാ റേഞ്ച് ഏകദേശം 1500 മുതൽ 2000 കിലോമീറ്റർ വരെ. അതായത് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനിലെ ഏത് കോണും തകർക്കാം. കൊൽക്കത്തയിൽ നിന്ന് തൊടുത്തുവിട്ടാൽ ചൈനയുടെ ഉൾപ്രദേശങ്ങൾ വരെ ഇതിന്റെ പരിധിയിൽ വരും. 2 വേഗത അഥവാ വെലോസിറ്റി ഹൈപ്പർസോണിക് വേഗതയാണ്. അതായത് മാക് 5 മുകളിൽ ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ ഇത് ശത്രുവിനെ ആക്രമിക്കും. റഡാറുകൾ ഇത് തിരിച്ചറിയുമ്പോഴേക്കും ലക്ഷ്യമൊക്കെ ചാരമായി മാറിയിട്ടുണ്ടാകും. 3 ബഹിരാകാശ പാത. വിക്ഷേപിച്ച ഉടൻ ഈ മിസൈൽ ബഹിരാകാശത്തിന്റെ അരികിലേക്ക് കുതിച്ചുയരും. അവിടെ നിന്നും കുത്തനെ ഭൂമിയിലേക്ക് പതിക്കും. ഈ ഒരു പ്രത്യേക പാത അഥവാ ബാലിസ്റ്റിക് ട്രജക്ടറി അത് കാരണമാണ് ഇതിനെ തടുക്കാൻ അസാധ്യമാണെന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആയുധം ഏറ്റവും മാരകമാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളിൽ ഈ മിസൈൽ ഘടിപ്പിക്കുമ്പോഴാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്താണ് സുഖോയ്. റഷ്യൻ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ ബ്രെയിനും ചേർന്ന ഈ ഒരു വിമാനം ഇപ്പോൾ ഗോൾഡൻ ഹൊറൈസൺ കൂടി വഹിക്കാൻ പോവുകയാണ്. ഇസ്രയേലിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ സുഖോയ് വിമാനങ്ങൾക്കായി ഈ മിസൈൽ പ്രത്യേകം മാറ്റം വരുത്തിയിട്ടുണ്ട്, കസ്റ്റമൈസ് ചെയ്തു. സുഖോയുടെ ചിറകിനടിയിൽ ഈ മിസൈൽ തൂങ്ങിക്കിടക്കുമ്പോൾ അത് വെറും ഒരു വിമാനമല്ല, മറിച്ച് സഞ്ചരിക്കുന്ന ഒരു മിസൈൽ താവളമാണ്. ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ലഡാക്കിന്റെ മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ഒരു സുഖോയ് വിമാനത്തിന് ഒരേ സമയം ബീജിംഗിലെ സുപ്രധാന കേന്ദ്രങ്ങൾ വരെ ലക്ഷ്യം വെക്കാൻ സാധിക്കും. ഇത് ഇന്ത്യക്ക് നൽകുന്ന സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് വിവരിക്കാവുന്നതിലൊക്കെ അപ്പുറമാണ്. ഞാൻ എത്ര പറഞ്ഞാലും അത് തീരില്ല. നമ്മുടെ അയൽ രാജ്യങ്ങൾ അവരുടെ ആണവ കേന്ദ്രങ്ങളും കമാൻഡ് സെന്ററുകളൊക്കെ ഭൂമിക്കടിയിൽ നൂറുകണക്കിന് അടി താഴ്ചയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോൺക്രീറ്റും ഇരുമ്പും കൊണ്ട് നിർമ്മിച്ച ഈ ബങ്കറുകൾ തകർക്കാൻ സാധാരണ ക്രൂയിസ് മിസൈലുകൾക്ക് സാധിക്കില്ല. ഇവിടെയാണ് ഗോൾഡൻ ഹൊറൈസൺ അതിന്റെ വിശ്വരൂപം പുറത്തേക്ക് എടുക്കുന്നത്. ഈ മിസൈലിന്റെ ഭാരവും അത് പതിക്കുന്ന ഹൈപ്പർസോണിക് വേഗതയൊക്കെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജം ഏത് വലിയ കോൺക്രീറ്റ് പാളികളെയും തുളച്ചു കയറാൻ ശേഷിയുള്ളതാണ്.
അതുകൊണ്ടൊക്കെയാണ് ഇതിനെ ഒരു ബങ്കർ ബസ്റ്റർ എന്ന് വിളിക്കുന്നത്. ശത്രുക്കൾ ഭൂമിക്കടിയിൽ എവിടെ പോയി ഒളിച്ചാലും ഇന്ത്യയുടെ ഈ ഒരു പുതിയ അസ്ത്രത്തിന് മുന്നിൽ അവർ സുരക്ഷിതരല്ല. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം മാത്രമല്ല, കൃത്യമായൊരു തിരിച്ചടി നൽകാനുള്ള ശേഷി കൂടിയാണ്, അഥവാ ഒഫൻസീവ് ക്യാപ്പബിലിറ്റി എന്ന് പറയും. എന്തുകൊണ്ടാണ് ഈ വാർത്ത കേട്ട് ബീജിങ്ങിനും ഇസ്ലാമാബാദിനും ഒക്കെ പേടിപ്പനി പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞെട്ടുന്നത്? പാകിസ്ഥാന്റെ പക്കൽ ഷഹീർ, ഘോറി തുടങ്ങിയ മിസൈലുകളൊക്കെ ഉണ്ടെങ്കിലും അവയെല്ലാം ഗ്രൗണ്ട് ലോഞ്ചറുകളെ ആശ്രയിച്ചുള്ളതാണ്. ഇന്ത്യയുടെ പക്കൽ ബ്രഹ്മോസ് ഉണ്ടെങ്കിലും അതിന്റെ ദൂരപരിധി 500 കിലോമീറ്ററിൽ താഴെയാണ്. എന്നാൽ ഗോൾഡൻ ഹൊറൈസൺ ഈ പരിമിതികളെല്ലാം മറികടക്കും. ഇതിനു പിന്നിലെ പ്രധാന ഘടകം അപ്രതീക്ഷിതം അഥവാ സർപ്രൈസ് എലമെന്റ് ആണ്. ഇന്ത്യയുടെ വിമാനങ്ങൾ എവിടെ നിന്ന് പറന്നുയരുമെന്നോ എപ്പോ മിസൈൽ തൊടുക്കുമെന്നോ ശത്രുവിന് പ്രവചിക്കാൻ കഴിയില്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെക്കൻ ചൈന കടലിനെയും തന്ത്രപ്രധാനമായ നഗരങ്ങളിലും വ്യോമ പ്രതിരോധം ഭേദിക്കാൻ ഈ മിസൈലിന് കഴിയും. അപ്പോ അതുകൊണ്ടൊക്കെ തന്നെ ഈ കരാർ ഒപ്പിടുന്നതോടെ ഏഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥ ഇന്ത്യക്ക് അനുകൂലമായി മാറും. ബാലൻസ് ഓഫ് പവർ. ഈ ആയുധ കൈമാറ്റം ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം കാണിക്കുന്നു. റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികൾക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇസ്രായേൽ ഇന്ത്യക്ക് നൽകുന്നത്. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഈ മിസൈലുകൾ ഭാവിയിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിന് ഇത് വലിയൊരു കരുത്താണ്. നമ്മൾ വെറും ഒരു ആയുധം വാങ്ങുകയല്ല, മറിച്ച് ആയുധ നിർമ്മാണത്തിലെ ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുകയാണ്. വരും കാലങ്ങളിൽ ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യ ഒരു കയറ്റുമതി രാജ്യമായി മാറുന്നതിന്റെ തുടക്കമാണിത്. ഗോൾഡൻ ഹൊറൈസൺ എന്നത് വെറും ഒരു മിസൈൽ മാത്രമല്ല, അത് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഇസ്രായേൽ സന്ദർശനം ഇന്ത്യയെ പുതിയൊരു ഉയരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ശത്രുക്കൾ ഭയപ്പെടട്ടെ, കാരണം ഭാരതം ഉണർന്നു കഴിഞ്ഞു. നമ്മുടെ ആകാശം ഇനി കൂടുതൽ സുരക്ഷിതമാണ്. നമ്മുടെ അതിർത്തികൾ കാക്കാനായി ഇനി ഒരു സ്വർണ്ണ ചക്രവാളം കൂടി ഉണ്ടാകും. അപ്പോൾ ഈ മാരകമായ മിസൈലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്ത്യയുടെ ഈ പുതിയ നീക്കം ശത്രുക്കൾക്ക് ഒരു താക്കീതല്ലേ? തീർച്ചയായും നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇന്ത്യയുടെ സൈനിക കരുത്ത് ലോകമെങ്ങും എത്തിക്കാൻ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ആവേശകരമായ പ്രതിരോധ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.